ഇന്നലെ രാത്രി നാം ധ്യാനിച്ചത് മൂന്നാമത്തെ വാക്യത്തിൽ നിന്നാണ്. നമ്മെ വിളിച്ചവന്റെ പ്രത്യേകതകൾ. ഒന്ന്, അവൻ ശക്തിയുള്ളവനാണ്. രണ്ട്, അവൻ വീര്യം ഉള്ളവനാണ്. അപ്പോൾ ശക്തിയും വീര്യവും ഉള്ളവൻ നമ്മെ വിളിച്ചതുകൊണ്ട് നമ്മൾ ഭക്തിയോടെ ജീവിക്കേണ്ടതിന് ആവശ്യമായതെല്ലാം അവൻ നമുക്ക് തരും. നമ്മെ വിളിച്ചവൻ ശക്തിയും വീര്യവും ഉള്ളവനായതുകൊണ്ട് ഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമുള്ളത് വളരെ ലാവിഷായി ഒരു കുറവുമില്ലാതെ അവൻ നമുക്ക് തരുന്നു. ഇതാണ് ഇന്നലെ നാം പഠിച്ചത്. ഇന്ന് നാലാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച് നമ്മുടെ പഠനം തുടരാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. തിരുവചനം പറയുന്നു നമ്മുടെ കർത്താവിന്റെ വേറെ ഒരു പ്രത്യേകത, അവൻ നമുക്ക് ജീവനും ഭക്തിക്കും അഥവാ ഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമായ ഡിവൈൻ സപ്ലൈ തരുന്നത് മാത്രമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, He is our Christ who gives us precious and great promises. മഹത്വവും വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ തരും. നമ്മൾ പഠിച്ച ഒരു വാക്ക്, നമ്മുടെ വിശ്വാസം വിലയേറിയതാണ്. നമ്മുടെ വിശ്വാസം വിലയേറിയതാകാൻ കാരണം നമ്മുടെ കർത്താവ് വിലയേറിയവനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വില ഉണ്ടെങ്കിൽ അത് കർത്താവിനോട് ചേർത്ത് പറഞ്ഞാലേ വില ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടില്ല, ഈ ടെററിസ്റ്റുകള് ഒരുപക്ഷെ സം ഓഫ് ദ സ്മാർട്ടസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് ഇല്ലേ? സമാപിക്കാതെ ഇവിടെ ന്യൂയോർക്കിലെ ടോപ്പ് ഹോസ്പിറ്റലിൽ കിട്ടുന്നതിനെക്കാട്ടിലും നല്ല ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അവരുടെ തന്നെ ഡോക്ടർ ഇപ്പൊ ഇന്ത്യയിലെ കഴിഞ്ഞ ദിവസം ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തിയ രണ്ട് മെഡിക്കൽ ഡോക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ എന്തോ അവരുടെ ജീനിയസിനെ, അവരുടെ ബുദ്ധിയെ പിശാച് ഡൈവേർട്ട് ചെയ്ത് തെറ്റായ ഉദ്ദേശത്തിന് ഉപയോഗിച്ചു. അപ്പൊ അതേ ഒരു കാര്യം ഒരു മെഡിക്കൽ ഡോക്ടർ ദൈവത്തിന്റെ കൃപ അയാളുടെ മേലുണ്ടെങ്കിലോ, നിങ്ങളിൽ എത്ര പേര് പറഞ്ഞു ഹാർട്ട് പ്രശ്നമായിട്ട് ഡോക്ടറെ എടുക്കുന്നു? ഡോക്ടർ ആദ്യമേ പറഞ്ഞത് പ്രാർത്ഥിക്കുക ചെയ്ത്. ആരും പറഞ്ഞില്ല. ഇവിടെ നമ്മുടെ ഇടയിൽ ന്യൂയോർക്കിൽ അതിപ്രസിദ്ധനായ ഒരു കാർഡിയോളജിസ്റ്റ് റോബിൻ വർഗീസ്, അതിനെ കപ്പാമട്ടി കുടുംബത്തോട് ബന്ധപ്പെട്ടയാളാണ്. എനിക്കറിയാവുന്ന ഒരു കൊച്ചനാണ്. ഈ കൊറോണയൊക്കെ വന്നപ്പോൾ ധാരാളം ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയ ആളാണ്. അതിന് ധാരാളം പ്രാവശ്യം ഇന്ത്യയിൽ മിഷൻ ട്രിപ്പിന് പോകുന്നത്, ജോലിയുടെ അവധി എടുത്ത് ഇഷ്ടം പോലെ മിഷൻ ട്രിപ്പിന് പോകും. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത, ഏത് കോംപ്ലിക്കേറ്റഡ് കേസും കൊണ്ട് ചെന്നാലും അവർക്ക് വേണ്ടി ഒരു വാക്ക് അദ്ദേഹം പ്രാർത്ഥിക്കും. അപ്പോ നമുക്കുള്ളത് കർത്താവിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിന് വിലയുള്ളത്. കാശുള്ള എത്ര പേരുണ്ട്? കാശിന് വില ഉണ്ടാകുന്നത് കർത്താവ് അതിന് കൂടെ നിൽക്കും. കഴിവുള്ള എത്ര പേരുണ്ട്? അതിന് വില ഉണ്ടാകുന്നത് കർത്താവ് കൂടെ നിൽക്കും. ആയുസ്സുള്ള എത്ര പേരുണ്ട്? അതിന് വില ഉണ്ടാകുന്നത് കർത്താവ് കൂടെ നിൽക്കും. നമ്മുടെ വിശ്വാസം വിലയേറിയതാ കാര്യം കർത്താവ് വിലയുള്ളവരാണ്. നമുക്കുള്ളതൊക്കെ വിലയേറിയതാ കാര്യം കർത്താവ് കൂടെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, the promises that he has given us are precious and great. അവൻ തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ എന്താണ്? അത് വിലയേറിയതാണ്. നമുക്കൊരു വാക്കോടെ പഠിക്കണം, ഗ്രാൻഡഡ്. എന്താണ് ഗ്രാൻഡ്? ഒരു ചെറിയൊരു ഭാഷാ പഠനം നടത്തിയാൽ എന്നിടയ്ക്ക് ഒരിച്ചിരി പറയും ഗ്രാമർ. നമുക്ക് ഇംഗ്ലീഷിൽ ഇല്ലാത്ത ചില ഗ്രാമറുകൾ ഗ്രീക്കിലുണ്ട്. ഒന്ന് എയറിസ്റ്റ് ആണ്, ഒന്ന് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇംഗ്ലീഷ് പെർഫെക്റ്റ് ടെൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എയറിസ്റ്റിനും പെർഫെക്റ്റിനും ഒരേ അർത്ഥമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒന്നിന്റെ കണ്ടിന്യൂ ഇഫക്റ്റ് ഇന്ന് നടക്കുന്നു. ആമേൻ. നമ്മൾ പാസ്റ്റ് എന്ന് പറയും. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർന്നു. എന്നാൽ പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു പ്രത്യേകത എന്നെ ചോദിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന ഒന്നിന്റെ ഫലം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മെ രക്ഷയ്ക്കായി ഇന്നലെ പറഞ്ഞതുപോലെ നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്ത ആ സമയത്ത് നമ്മുടെ ഭക്തിക്കും ഭക്തിയോടെ ജീവിതത്തിനുള്ളതെല്ലാം അവൻ തന്നു. അത് ഓരോ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ജീവിക്കാൻ ആവശ്യമായ വിലയേറിയ
വാഗ്ദത്തം അവൻ തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ നന്മ ഇന്നും നമ്മളിൽ തുടരുന്നു. അതിന്റെ അർത്ഥം ആ തന്ന ചില വാഗ്ദത്തങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വാല്യുബിൾ, മാഗ്നിഫിസന്റ് എന്നൊക്കെയാണ് രണ്ട് ഇംഗ്ലീഷ് വാക്ക് ചിലടത്ത് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യാൻ പറ്റാത്ത ഭയങ്കര വിലയുള്ള വാഗ്ദത്തങ്ങൾ. നമുക്ക് വേണ്ടി വാഗ്ദത്തങ്ങളല്ല. നമ്മൾ എന്തിനാ സാധാരണ ഞാൻ അവളോട് പോകുന്നത്? നമുക്ക് വേണ്ട വാഗ്ദത്തങ്ങളാണ്. നാളെ കാര്യങ്ങളൊക്കെ ഒന്ന് സെക്യൂർ ആകും, ഓക്കെ ആകുമെന്നൊക്കെയാണ് നമുക്ക് പൊതുവെ ഇല്ലേ. ഇവിടെ വലിയേറിയ വാഗ്ദത്തങ്ങൾ പറയും. 3-4 ഞാൻ പറയാം. റോമർ 8:9 മുതൽ 11 വരെ ഓരോന്നും വായിക്കണം. അടുത്തയാള് യോഹന്നാൻ 11:25 എടുത്ത് വെക്കണം. മൂന്നാമത്തെ ആള് 1 Corinthians 15:21 തൊട്ട് 23 വരെ എടുത്ത് വെക്കണം. ഒന്നാമത്തെ വാക്യം വായിക്കാം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മീയ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവല്ലാത്തവർ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ഇവിടെ ഇത്രയുള്ള ഏറ്റവും വലിയൊരു പ്രോമിസ് എന്നാ ചോദിച്ചാൽ, a promise that is needed for our spiritual life. ജഡത്തിൽ വസിക്കുമ്പോഴും ആത്മീയരായി ജീവിക്കാനുള്ള ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. അവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് ജഡത്തെ അനുസരിച്ചല്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം തരുന്നു. അല്ലേ? അത് വിലയേറിയൊരു വാഗ്ദത്തമാണ്, തന്നിരിക്കുന്നതാണ്, നൽകിയിരിക്കുന്നത്. 2, അവൻ നമുക്ക് പുനരുത്ഥാന ജീവൻ വിലയേറിയ വാഗ്ദത്തമായി തന്നിരിക്കുന്നു. നോക്ക്, യോഹന്നാൻ 11:25, 1 Corinthians 15:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. 1 Corinthians 15:21 തൊട്ട് 23 വരെ. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. മതി. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു വാഗ്ദത്തം എന്നാണ് ചോദിച്ചാൽ, 1, ജീവിക്കേണ്ടിവന് നേരെ ചൊവ്വേ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ടിവന് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഭക്തിയോടെ ജീവിക്കാൻ, ജീവനും ഭക്തിക്കും ആധാരമായത് എല്ലാം തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നവര് സ്പിരിച്വൽ ലൈഫാണ്. ലോകത്തിൽ എല്ലാവർക്കും ലൈഫുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ലൈഫ് സ്പിരിച്വൽ ലൈഫാണ്. മനസ്സിലായോ? ലോകത്തിൽ എല്ലാവർക്കും ഒരു ലൈഫുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ലൈഫ് എന്താ? സ്പിരിച്വൽ ലൈഫ്. അപ്പൊ അവരുടെ ഡെയിലി ലിവിങ്. 2, ഇനി നമ്മൾ മരിച്ചു എന്നിരിക്കട്ടെ. നമുക്ക് ആർക്കും പെട്ടെന്ന് അങ്ങനെ മരിക്കാൻ ആഗ്രഹമുള്ളവരല്ല, ഇല്ലേ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാലും നമ്മൾ മരിക്കുന്നു. മരണത്തിന് ഒരു മുള്ളുണ്ടെന്നാ പറയുന്നത്. മുള്ള് കുത്തിയ വേദന എടുക്കും. സ്റ്റിങ് ഓഫ് ഡെത്ത് മാറിയിട്ടില്ല. മരണത്തിൽ നിത്യജീവൻ കർത്താവ് തന്നിട്ടോ സ്റ്റിങ്ങിനെ എടുത്ത് മാറ്റിയിട്ടുണ്ടോ? ഇല്ല, അത് അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ മരണം എന്ന് പറയുമ്പോൾ ഈ വേദനയും ഭയവും ആകുലതയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് കർത്താവ് എടുത്ത് മാറ്റിയിട്ടില്ല. ആയുസ് ആരോഗ്യമൊക്കെ ദൈവം തരുന്ന ദാനമാണ്. നമ്മൾ മരിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് പോകണ്ട. ആ മരിച്ച ശരീരത്തിന് ഒരു പുനരുദ്ധാനം. ഇവിടെ 1 വർഷവും കൂടെ നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. പല കാരണങ്ങളാണ്. എത്ര പ്രായമുള്ളവരോട് ചോദിച്ചാലും ഇപ്പൊ റെഡിയാണെന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ആൾക്കാർ ചിലപ്പോൾ റെഡിയാണെന്ന് പറഞ്ഞെന്ന് വരത്തില്ല. ഇനി ഇവിടെ ഒരു 2 ദിവസം കൂടെ കിട്ടുന്നതിനേക്കാൾ കുറെ കൂടി അനുഗ്രഹം
നീതിയോടൊക്കെ ജീവിച്ചിട്ട് ഈ മരിച്ച ശരീരത്തിന് ഉയർപ്പ് പ്രാപിക്കുകയാണ്. അപ്പൊ വേദപുസ്തകം വീക്ഷണം ചെയ്യുന്നത് നമ്മൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഈ ഭൂമിയിൽ പാർക്കുന്നു എന്നതിനേക്കാൾ ഇവിടെ പാർക്കുന്ന നാളുകൾ ആത്മീക ജീവിതം കഴിക്കുന്നു, സ്പിരിച്വൽ ലൈഫ് കഴിക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് പുനരുത്ഥാനം. 3, the Holy Spirit. അതൊരു പ്രേഷ്യസ് പ്രോമിസാ. അപ്പോ 2:33, എഫേസ്യർ 1:13 വായിക്കേണ്ട നമുക്ക് നന്നായിട്ട് അറിയാം. The spiritual life. 4, abundant grace. ദൈവം തന്നിരിക്കുന്ന കൃപയുടെ ഒരു പ്രത്യേകത അബണ്ടന്റ് ഗ്രേസ്. എന്നാണ് ഇന്നലെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞ പത്രോസ് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ലാവിഷ്ലി. പത്രോസ് മാത്രമല്ല, പൗലോസ് ഉപയോഗിച്ച വാക്കാ. ദൈവം എന്തെങ്കിലും തന്ന ലാവിഷ്ലി. പെട്ടെന്ന് ഇത് വരുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്ന വചനം ഏതാണെന്ന് അറിയാമോ? രാവിലെ യൂത്ത് അമ്മാവയ്യമ്മയോട് യാത്ര പറഞ്ഞേക്ക് ഇറങ്ങി. അമ്മാവയോട് യാത്ര പറഞ്ഞേക്ക് ഇറങ്ങിയപ്പോ 2 വയർ നിറഞ്ഞാൽ മതിയല്ലോ. നാട്ടിൽ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. എന്താണ് 2 വയർ നിറയുക? അപ്പൊ പ്രായമുള്ള ആൾക്കാർ അത്രയും അധികം കഴിക്കത്തുമില്ല. 2 വയർ നിറയാനുള്ള ഒരു ചെറിയ സഞ്ചി എടുത്തിട്ട് അന്ന് വിധവമാരും അനാഥരുമായവർക്ക് വേണ്ടി ദൈവം നേരത്തെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതനുസരിച്ച് കൊയ്ത് പോകുമ്പം അറിഞ്ഞോണ്ട് ചില കറ്റകൾ അവിടെ ഇട്ടേച്ചു പോകും. അറിയാതെ ചെയ്യുന്നതല്ല, അറിഞ്ഞോണ്ട് ചില കറ്റകൾ അവിടെ ഇട്ടേച്ചു പോകും. കാരണം നിന്നെ പോലെ ഉദവിയില്ലാത്തവരൊക്കെ ഈ ദേശത്ത് ജീവിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അതുവരെ കയറി ഇറങ്ങി വന്നാൽ അവനും പട്ടിണി കിടക്കരുത്. അതിന്റെ ദൈവിക കരുതലാണ്. അറിഞ്ഞോണ്ട് ഇവൾ ഇത് പെറുക്കി എടുത്തുകൊണ്ട് വരാൻ ഒരു ചെറിയ കൈയും ചെറിയ സഞ്ചിയുമായിട്ട് ഇറങ്ങി തിരിച്ചതാ. പക്ഷെ കർത്താവിന്റെ കരുണ കൊണ്ട് കാലുകുത്തിയത് ബോവസിന്റെ വയലിലാണ്. അവൻ മഹാസമ്പന്നനായിരുന്നു, അവൻ മഹാധനികനായിരുന്നു. അവളോട് പ്രീതി തോന്നി. എന്നിട്ട് ജോലിയുടെ മേലാളന്മാരോട്, സൂപ്പർവൈസർമാരോട് പറഞ്ഞു, അവളെ തൊട്ടുപോകരുത്, അവൾ ഇഷ്ടം പോലെ പെറുക്കിക്കോട്ടെ. ഹല്ലേലൂയ. ഇതൊക്കെയാണ് കൃപയുടെ ആഴം. ഹല്ലേലൂയ. ഇതിന്റെ പേരാ കൃപയുടെ ആഴം. അന്ന് തിരിച്ചു പോയപ്പോ ഒരു ചെറിയ ഒരു ഫ്രിഞ്ച് ബെനഫിറ്റുമായിട്ട് അവള് പോയത്. അവളെ ജീവകാലം മുഴുവനും അവളുടെ തലമുറകളിലും അവളിലൂടെ ഒരു രക്ഷകൻ ജനിക്കാനും ഇന്നും ഇവിടെ ഇരിക്കുന്ന നാം ഈ ദൈവകൃപ അനുഭവിക്കാനും മാത്രം ഈ സ്വർഗത്തിലെ ദൈവം കരുതിയെങ്കിൽ അവന്റെ കരുതൽ ആവശ്യമാണ്. അവൻ പിശുക്കനല്ല, അവൻ ധാരാളമായി തരുന്ന ദൈവം. His grace is abundant. Praise God. Hallelujah. His grace is abundant. അത് ദൈവം നമുക്ക് തരുന്ന വിലയേറിയ വാഗ്ദത്തമാണ്. യോഹന്നാൻ 10:10 10 എന്റെ ധാരണ. എഫേസ്യർ 1:7. യോഹന്നാൻ 10:10 വായിച്ച്. മോഷ്ടിപ്പാനും അറുപ്പാനും കുടിപ്പാനും അല്ലാതെ കള്ളൻ തരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. കർത്താവ് തരുന്ന ജീവന്റെ പ്രത്യേകത സമൃദ്ധിയായ ജീവൻ. എന്താണ് അവൻ നമുക്ക് തന്നിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തം? ഞാൻ ചിലതൊന്ന് വിരളിൽ എണ്ണി പറയുകയാണ്. നമുക്ക് ജീവനും ഭക്തിക്കും ആധാരമായത് എല്ലാം തന്നിട്ടുണ്ട്. അതെങ്ങനെയാ തന്നിട്ടുള്ളത്? ലാവിഷ്ലി. അടുത്തത് ഗലാത്യർ ജോയ്, സന്തോഷം. ഒരു ഒരെണ്ണമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓഫ് ദ സ്പിരിറ്റ്. ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അപ്പൊ അതില് നമുക്കറിയാം, കാണാതെ അറിയാം അല്ലേ? സന്തോഷം തുടങ്ങിയ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു ദാനം. ഹലോ, ഞാനിങ്ങനെ വരുമ്പോൾ ഓരോ കഥകൾ എന്നെ മനസ്സിലേക്ക് വരും. പണ്ട് വീസ മേടിക്കാൻ ചെന്നൈ കടന്നു പോയപ്പോ ഈ അവിടുത്തെ മെറീന ബീച്ച് കൂടി ഇങ്ങനെ നടക്കുകയാണ്. അന്നേരം 2 പേരെ കണ്ടു. ഇങ്ങനെ ചെറിയ ക്യാമറയിലൊക്കെ കൈവച്ച് ഇങ്ങനെ കുട്ടിക്കൊണ്ടിരിക്കുക. ഭർത്താവിന്റെ വീട്ടിൽ ജോസഫ് എന്ന ഭാര്യയുടെ പേര് മേരി എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പാട്ട് കേട്ടുകൊണ്ട്, ക്രിസ്ത്യൻ പാട്ട് കേട്ടുകൊണ്ട് അടുത്ത് ചെന്നു. അടുത്ത് ചെന്നാൽ സ്വന്തമായിട്ട് വീടുമില്ല, ഒന്നുമില്ലാത്തവരാ. പക്ഷെ ഭയങ്കര പാട്ടാണ്. ആൾക്കാരല്ലേ, ഞാനും പപ്പായൊക്കെ കൂടെ ചെന്ന് ചോദിച്ചു, ഇവരുടെ
പെന്തക്കോസ്തുകാരാണ്. ആൾക്കാരെല്ലാം വട്ടം കൂടി നിൽക്കുക. വീട് എവിടെയാ? വീടൊന്നുമില്ല. എന്തോ ഒരു ചെറിയൊരു ത്രിവേണത്തിലാണ് അവിടെ താമസിക്കുന്നത്. സ്വന്തമായിട്ട് ഒന്നുമില്ല, പക്ഷെ സന്തോഷമുണ്ട്. ഇതെല്ലാം ഉള്ളവർക്ക് സന്തോഷമില്ലല്ലോ. എല്ലാവരും ഒന്ന് ചിരിച്ചു. ഈ രാവിലെ ജീവനോടെ ഇരിക്കുന്നത് ഇവിടെ വരാൻ പറ്റുന്നതോർത്ത് ദൈവത്തിന് കഴിക്കാൻ ആഗ്രഹമുള്ളത് കഴിക്കാൻ ദൈവം നന്മ വന്നുള്ളത്. യഥാർത്ഥ ജോയി വരുന്നത് നമ്മുടെ കർത്താവ് അകത്തുണ്ടെന്നുള്ള ഉറപ്പുണ്ട്. ഇല്ലേ? അപ്പൊ ആ ഫ്രൂട്ട് ഓഫ് ഞാൻ പറയാം, അടുത്ത സ്ട്രെങ്ത് കർത്താവ് തരുന്ന ഒരു ഇല്ലേ സ്ട്രെങ്ത്. നമ്മുടെ ഈ മനസ്സിന്റെ സ്ട്രെങ്ത് പോയ ശരീരത്തിന്റെ സ്ട്രെങ്ത് പോകും. ഹലോ, തോന്നിട്ടുണ്ടോ? ഉണ്ടോ? മനസ്സിന്റെ സ്ട്രെങ്ത് പോയാൽ ശരീരത്തിന്റെ സ്ട്രെങ്ത് പോകും. ഇനി മനസ്സിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ശരീരത്തിന് സ്ട്രെങ്ത് ഇല്ലേലും അങ്ങനെ ഒരു സ്ട്രെങ്തിനെ പറ്റി യെശയ്യാ പ്രവചനം പറയുന്നു. നോക്കിക്കേ, 40-ാം അധ്യായം 31-ാമത്തെ വാക്യം നോക്കണോ? കാണാൻ അറിയില്ലേ? ആമേൻ. ഇതൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാവും. സ്വന്തം ഈ കർത്താവിന്റെ സന്നദ്ധി പറ്റിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബലമുണ്ട്. അത് ദൈവത്തിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ, കർത്താവിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. ഞാൻ അടുത്ത വാക്യം അടുത്ത ചിന്ത പറയുമ്പോൾ അവിടേക്ക് വരാം. അപ്പൊ ഞാൻ വാക്കുള്ള ഇവിടെ നിർത്തുകയാണ്. ഞാൻ ചിലതൊന്ന് പെറുക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും ആധാരമായത് വിലയേറിയ വാഗ്ദത്തങ്ങളായിട്ട് അവൻ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഭൂമി ജീവിക്കാനും ഇനി മരിക്കുമ്പോഴും മരിച്ച് കഴിഞ്ഞാലും വിസ്ഡം, ഇറ്റേണൽ റിവാർഡ്സ്, ഇതെല്ലാം ദൈവം വിസ്ഡം പ്രോവേഴ്സ് 2:6-8 വിസ്ഡം വളരെ ആവശ്യമാണ്. വിസ്ഡം വളരെ ആവശ്യമാണ്. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു ബോധവും ഇല്ലാത്തവരെ നമ്മൾ കാണാം. വിദ്യാഭ്യാസം യാതൊരു ബോധവും ഇല്ല, ഒരു വിദ്യാഭ്യാസവും ഇല്ല. നല്ല ബോധമുള്ളവരെ കണ്ടിട്ടുണ്ട്. അതാ അത് ദൈവം തരുന്നതാണ്. ദൈവം തരുന്നതാണ് ഇറ്റേണൽ റിവാർഡ്. 1 തെസ്സലോനിക്കർ 4:8. അപ്പൊ ഇങ്ങനെ വേണേ പറയാം. ഈ അബ്രഹാമിനോട് പണ്ട് ദൈവം വാഗ്ദത്തം കൊടുത്തുപോലെ നേരത്തെ കർത്താവ് ഒരു വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്തം കൊടുത്തതിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മുകളിലേക്ക് നോക്കണം, നക്ഷത്രങ്ങളെ കാണും. താഴേക്ക് നോക്കണം, മരുഭൂമിയല്ലേ, മണൽ തരിയെ കാണും. അപ്പൊ നീ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി മുകളിലോട്ട് നോക്കിയാലും ദൈവത്തെ സ്തുതിക്കാം, താഴോട്ട് നോക്കിയാലും ദൈവം. അങ്ങനെ ഒരു പ്രോമിസ് ദൈവം കൊടുത്തിട്ടേച്ചു പോകുന്നു. എന്നതുപോലെ നമുക്ക് ദൈവം ചില വലിയൊരു വാഗ്ദത്തം തന്നിരിക്കുക. ഇവിടെ ജീവിക്കുമ്പോൾ നിനക്ക് ദൈവത്തെ സ്തുതിക്കാം, മരണം വന്നാലും ദൈവത്തെ സ്തുതിക്കാം, അവിടെ ചെന്നാലും ദൈവത്തെ സ്തുതിക്കാം. ജീവനും ഭക്തിക്കും ആധാരമായ വലിയ വാഗ്ദത്തങ്ങൾ അവൻ നമുക്ക് തന്നിരിക്കുക. അതിന്റെ രണ്ടാമത്തെ ഭാഗം ഒന്നുകൂടി ആ വാക്യം വായിച്ചു. 4-ാമത്തെ അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെയാ പറയുന്നത്. എന്തിനാ തന്നിരിക്കുന്നത്? വളരെ ഒരു പ്രാക്ടിക്കൽ തെറ്റാണെന്നറിയാം. പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഭേദങ്ങളെ വിവേചിക്കാൻ ആത്മാവിനെ തന്നിട്ടുണ്ട്. അവൻ ഗുണമുള്ളതും ദോഷമുള്ളതും തമ്മിൽ തിരിച്ചറിയാൻ ആത്മാവിനെ തന്നിട്ടുണ്ട്. അതിന്റെ വിലയിരുത്തൽ നടത്താൻ ദൈവത്തിന് വചനത്തെ തന്നിട്ടുണ്ട്. ജീവിപ്പാൻ ആത്മാവിന്റെ ഗൈഡൻസ് തന്നിട്ടുണ്ട്. കൂടെ ഇരുന്ന് ഉപദേശിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഇതൊക്കെ സഹായമാണ്. തീരുമാനമെടുക്കുന്ന നമ്മളാണ്. ഈ ലോകത്തിന്റെ നാശത്തിൽ ചുഴിയിൽ പെട്ടുപോകപ്പെട്ടു. അതിൽ പെട്ടുപോകാതെ ദൈവിക സ്വഭാവത്തിലെ കൂട്ടാളികൾ. അപ്പൊ ഒരു നല്ല ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, when you avoid this danger, ഈ ലോകത്തിന്റെ നാശം അവോയ്ഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു ബ്ലെസ്സിംഗ് ആണ് ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികൾ.
വിഷയത്തിലായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നത്. പൊതുസഭയിൽ സമയം കിട്ടുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം നന്നായിട്ട് വിശ്വസിക്കുന്നു. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, പ്രായമുള്ളവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും, നമ്മളൊക്കെ വളർന്നതിനേക്കാളും വെല്ലുവിളിയുള്ള ഒരു കാലത്താണ് നമ്മുടെ തലമുറകളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഇത് എന്റെ വിശ്വാസമാണ്. ഏത് കാലത്ത് ജീവിച്ചാലും, ഏത് തലമുറ ജീവിച്ചാലും, ഏത് സംസ്കാരത്തിൽ ജീവിച്ചാലും ദൈവത്തിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ളവന് ഭക്തിയോടെ ജീവിക്കാനുള്ളതെല്ലാം ദൈവത്തിന്റെ അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ഗ്രേസ് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറയുന്നത്. 50 വർഷം മുമ്പുണ്ടായിരുന്ന വെല്ലുവിളികളെ നേരിടാനുള്ള ഗ്രേസ് അന്ന് ജീവിച്ചവർക്ക് കൊടുത്തു. ഇന്ന് ജീവിക്കുമ്പോഴുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരികയാണ്. അതാ സംഭവി അല്ലെ? ശരിയാ. അപ്പൊ പറയുകയാണ്, ലോകത്തിന്റെ നാശത്തെ നിങ്ങൾ വിട്ടൊഴിയണം. നിങ്ങൾ വിട്ടൊഴിഞ്ഞിട്ട് ദൈവിക സ്വഭാവത്തിന് കൂട്ടാളില്ല. മറ്റൊരു വിധം പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്, when you were born എന്ന ഒരർത്ഥം നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ. ഇന്നലെ രാത്രി ഞാൻ പറയാനിടയായി, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് 19 അല്ലെങ്കിൽ 60, 70, 80 വയസ്സുള്ള നമുക്കുള്ളതുപോലെ ഉള്ള എല്ലാ അവയവങ്ങളും ആ കുഞ്ഞിനുണ്ട്. കണ്ണുണ്ട്, കാതുണ്ട്, കാലുണ്ട്, കൈയുണ്ട്. ജസ്റ്റ് ദാറ്റ് അത് ചെറുതാണെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആ കുഞ്ഞ് ഭക്ഷണം കഴിച്ച്, ന്യൂട്രീഷൻ കഴിച്ച്, കിട്ടേണ്ടിയ പോഷകാഹാരങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ പ്രായത്തിനൊത്ത വലിപ്പം ദൈവം ആ കുഞ്ഞിന് കൊടുക്കുക അല്ലേ? ആമേൻ. പ്രായത്തിനൊത്ത വലിപ്പം കൊടുക്കുക. അപ്പം എല്ലാം ഉണ്ട്, എല്ലാ ഫാക്കൽറ്റീസും ഉണ്ട്. ജസ്റ്റ് ആ ഫാക്കൽറ്റീസ് ലിമിറ്റഡ് ആണെന്നേ ഉള്ളൂ. എന്നാൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഫാക്കൽറ്റീസിന് ഗ്രോത്ത് ഉണ്ടാകുന്നത് പോലെ രക്ഷിക്കപ്പെടുന്ന നാളിൽ ഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലുള്ള സമർപ്പണവും ദൈവകൃപയിലുള്ള ആശ്രയവും അനുസരിച്ച് ദൈവം നമുക്ക് അതിനെ വളരെ. ലൂക്കോസ് 2:9. അപ്പം ഇവിടെ പറയുകയാണ്, ഈ ഡിവൈൻ നേച്ചറിന് എങ്ങനെയാ പാർട്ടേക്കേഴ്സ് ആകുന്നത്. അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഡിവൈൻ നേച്ചർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗ്ലോറിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഈ മലയാളത്തിൽ വായിച്ചതിന്റെ ആദ്യ ഭാഗം വേണം വായിക്കാൻ. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മലയാളത്തിൽ അതിന്റെ 2ാം ഭാഗം വരുന്നത്. അപ്പം ഇംഗ്ലീഷോ അല്ലെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന മൂലഭാഷത്ത് ചേർത്ത് പഠിച്ചാൽ ആ 3ാമത്തെ വാക്യത്തോട് ചേർന്ന് അതിനോട് ഹിഞ്ച് ചെയ്താണ് ബാക്കി വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഗ്ലോറി ഉള്ളവനാണ്, മഹത്വമുള്ളവനാണ്, അവൻ വീര്യമുള്ളവനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പദപ്രയോഗങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഡിവൈൻ നേച്ചർ എന്നാണ് ചോദിച്ചാൽ, ഇന്ന് രാവിലെ നമ്മൾ പറയുകയാണ്, ദൈവത്തിന്റെ ഗ്ലോറിയാണ് അവന്റെ ഡിവൈൻ നേച്ചർ, അവന്റെ മഹത്വമാണ്. ഇനി ഈ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, വെരി എൻട്രൻസ്, യേശു കർത്താവ് സീനിലേക്ക് വന്നപ്പോ, ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം ഉണ്ടായ ഒരു ഗാനം ദൈവത്തിന്റെ തിരുവചനത്തിൽ എഴുതിയിട്ട് ലൂക്കോസ് 2:9. കോട്ടയക്കാർ കുറെ കൂടി അറിയാം. നമ്മുടെ പിന്നോട് സാർ എവിടെ പ്രസംഗിക്കാനും പറയുന്നത് അല്ലേ? എന്താ വചനങ്ങള്? ഞാൻ പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഫിലിപ്പിയ ലേഖനം 2:11 വാക്യങ്ങൾ ചേർത്ത് പിടിച്ച കെനോസിസ് തിയറി MT അവനവന്റെ മഹത്വം, പൂർണ്ണ മഹത്വം അവിടെ ഒഴിഞ്ഞു വെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി ഇല്ലേ? എങ്കിലും അവൻ ജനാവതാരം ചെയ്തപ്പോൾ സ്വർഗത്തിൽ നിന്നുണ്ടായ ഗീതത്തിന്റെ കണ്ടന്റ് എന്നായിരുന്നു എന്നറിയാവോ? അവൻ മഹത്വത്തിൽ നിന്ന് വന്നവൻ തന്നെയാണ്. ഗ്ലോറിയസ് വൺ. ഇതേ ഒരു അനുഭവമാണ് യേശു ഈ ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോയപ്പോ. അപ്പോസ്തല പ്രവൃത്തി 1:9 മുതൽ 11 വരെ നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഗ്യം യേശു പോയതുപോലെ തന്നെ മടങ്ങി വരും. അവർ ഉയരത്തിലേക്ക് ഒരു പദപ്രയോഗം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി. എപ്പികോറഗെ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. കോറഗൻ വന്നത് കോറസിൽ നിന്നാണ്. ഇവിടുന്ന് വന്നത് കോറസ്. പണ്ടത്തെ ഏതൻസില്, പത്രോസിന്റെ പൗലോസിന്റെ കാലത്ത് ഏതൻസിലാണ് ആദ്യകാല ഒളിമ്പിക്സ്. ഒളിമ്പിക്സ്
ആദ്യകാലത്തെ ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഓട്ടം, ഇതൊക്കെയായിരുന്നു ആദ്യകാല ഒളിമ്പിക്സ് ഉണ്ടായിരുന്നത്. ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ ഒക്കെ അന്നത്തെ കാലത്ത് തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐറ്റം ക്രൂരമൃഗങ്ങളോട് ദ്വന്ദ്വയുദ്ധം ചെയ്ത് മല്ലുകൊണ്ടിരിച്ച് ഇതൊക്കെയായിരുന്നു അന്നത്തെ. ഇന്നും നിങ്ങളൊക്കെ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, കൊളോസിയംസ് ഒക്കെ അതുപോലെ ഉണ്ടായിരുന്ന പാദങ്ങളുണ്ട്. അപ്പൊ അന്ന് ഏറൻസിലൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു മ്യൂസിക്. അപ്പൊ ഒരു 10,000-3000 പേരെ ചേർത്തുള്ളതിൽ സിംഫണി മ്യൂസിക് പാട്ടുകളൊക്കെ നടന്നിട്ടുണ്ട് കാലമാണ്. അന്ന് അതുപോലൊരു മ്യൂസിക് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്യണമെങ്കിൽ സിറ്റിക്ക് ഭയങ്കര ചെലവ് വരുമായിരുന്നു. അപ്പൊ ജനമെല്ലാം ഒരുമിച്ച് വരുന്നത് ജനം എന്റർടൈൻഡ് ആകുന്ന ഒരവസരമായിരുന്നു ഇതുപോലെയുള്ള വലിയ കൊയറും കോറസുകളും നടക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഈ സിറ്റിക്ക് താങ്ങാൻ വേണ്ടാത്ത ചെലവ് വന്നപ്പോൾ ഇത് ശ്രദ്ധിക്കണം, കുറെ പേര് വോളണ്ടിയർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ, ഞാനിത് പറയുന്നതിന് ഒന്ന് നിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം, വേദപുസ്തകം എഴുതിയ കാലത്ത് വേദപുസ്തകത്തിന് സ്വന്തമായ ഒരു ഭാഷയില്ലായിരുന്നു. വേദപുസ്തകത്തിന്റെ ഇമ്മീഡിയറ്റ് റീഡേഴ്സിന് മനസ്സിലാകുന്ന വാക്കുകൾ ഉപയോഗിച്ചത്. ബാപ്റ്റിസം എന്നൊരു വാക്ക് സ്പിരിച്വൽ വേർഡ് അല്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തുണി ഡൈക്കകത്ത് മുക്കുന്ന ഡൈയിങ് ഇൻഡസ്ട്രി ഉപയോഗിച്ച വാക്കാണ് ബാപ്റ്റിസം. അതായത് ഒരു വെള്ളത്തിലേക്ക് ലായനിയിലേക്ക് ഒരു വെളുത്ത തുണി ചുവന്ന ലായനിയിലേക്ക് മുക്കിയാൽ ഈ വെളുത്ത തുണി എടുക്കുമ്പോൾ ഈ തുണിക്ക് ചുവന്ന നിറമാകും. അത് പൂർണ്ണമായിട്ട് മുക്കുമായിരുന്നു. അപ്പൊ ആ വേർഡ് കടമെടുത്തിട്ടാണ് നമ്മുടെ ബാപ്റ്റിസത്തിന്റെ വാക്ക് ഉപയോഗിക്കുന്നത്. ബാപ്റ്റിസം എടുക്കുന്നവൻ അല്ല സ്നാനപ്പെടുന്നവൻ പൂർണ്ണമായി മുങ്ങണം. അവൻ പൂർണ്ണമായി മുങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ ഒരു നേച്ചറിന്റെ ഭാഗം അവനാകും. അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അവൻ കൃപ തരുക. മനസ്സിലായല്ലോ? അപ്പം അന്നത്തെ ഉണ്ടായിരുന്ന പല വാക്കുകൾ കടമെടുത്തിട്ടാണ് ഈ തിരുവചനം അവർക്ക് മനസ്സിലാകുന്ന ഭാഷകൾ. പത്രോസ് പറഞ്ഞത് ഇതുപോലെ ഒരു വലിയ കോറസ് നടത്താൻ, സിംഫണി നടത്താൻ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും ആനന്ദം ഉണ്ടാകേണ്ടതിന് അനേകർ വോളണ്ടിയർ ചെയ്ത് അവർക്കൊരു ലീഡർ വരുവായിരുന്നു. അവനെ വിളിച്ച പേരാണ് കോറഗൻ. CHORUGEN. കോറഗൻ. അവനാണ് കോറസിന്റെ ലീഡർ. അവനാണ് ഇത് മുഴുവൻ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇത്രയുമേ ഉള്ളൂ, ഒരു നല്ല കാര്യം നടക്കേണ്ടതിന്, ഒരു ഇഫക്റ്റീവ് കാര്യം നടക്കേണ്ടതിന്, എല്ലാവർക്കും ഒരു അനുഗ്രഹ സന്തോഷം ഉണ്ടാകേണ്ടതിന് അനേകർ വോളണ്ടിയർ ചെയ്ത് ഒരാൾ ലീഡർഷിപ്പ് എടുത്ത് കാര്യം ചെയ്യുന്നത് പോലെ നിന്റെ ആത്മീയ ജീവിതം നന്നായി പോകേണ്ടതിന്, അതിനൊരു തടസ്സം വരാതിരിക്കേണ്ടതിന്, അതിനൊരു വീഴ്ച വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ജീവനും ഭക്തിക്കും ആധാരമായ എല്ലാ സപ്ലൈയും സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുകയാണ്. അങ്ങനെ തന്നിരിക്കുന്നതിന് ഒരു ഉദ്ദേശം, ലോകത്തിന്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ദൈവത്തിന്റെ നേച്ചറിനോട് പങ്കുള്ളവരാണ്. അതിനുള്ളത് സപ്ലൈ ദൈവം തന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞ പത്രോസ് പറഞ്ഞതുപോലെ സിറ്റിക്ക് കാശില്ലാത്തത് കൊണ്ട് അനേകർ വാളണ്ടിയർ ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യനോട് കടമെടുക്കേണ്ട ഒരു ദൈവവേദന ജീവിക്കാൻ, അവന് ജീവിക്കാനുള്ളത് സ്വർഗത്തിലെ. 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിജയവും, ഇന്ദ്രിജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളേ. ഞാൻ നേരത്തെ വായിച്ച ആ വാക്യത്തിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് 5 തൊട്ട് 11 വരെ ദീർഘമായ വേദഭാഗമാണ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്നെ ചോദിച്ചാൽ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഇതങ്ങ് ഡീകമ്പോസ് ചെയ്ത് പോകാനല്ല. നമുക്കൊരു സോളും ബോഡി സ്പിരിറ്റും ഉണ്ട്. അതിനെ പിടിച്ചു നിർത്തുന്ന ദൈവത്തിന് നമ്മൾ വേറെ ഒരാൾക്ക് നാറ്റം വഹിക്കാനുള്ള ക്രിസ്തുവിന്റെ സൗഹൃദം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ലോകത്തിന്റെ പരിപാടിക്ക് പോയാൽ ലോകത്താലുള്ള നാശത്താൽ വിധിക്കപ്പെടും. അത് ഡീകമ്പോസ് ചെയ്യും. അത് നമ്മളെ മാറ്റി എന്നാൽ ദിവ്യ സ്വഭാവത്തിൽ
അതിന് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരു കുറെ ഗുണപാഠങ്ങൾ തന്നെ. അതിന് നമ്മൾ എന്തെല്ലാം ചെയ്യണം? ആദ്യം ചെയ്യണം. അത് നിങ്ങൾ വായിച്ചിട്ട് വെച്ചാൽ രാത്രി നമുക്ക് അവയുടെ ഭാഗം